ഓം ശാന്തി. ഞാൻ മനസ്സിനെ ഏകാഗ്രമാക്കി സ്വയം തന്നെ കാണുന്നു. ഞാനൊരാത്മാവാണ്, തിളങ്ങുന്ന ദിവ്യ നക്ഷത്രം. ഈ ശരീരത്തിൽ ഭ്രുകുടി മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. ബാബ എനിക്ക് സൃഷ്ടിചക്രത്തിന്റെ ജ്ഞാനം നൽകി. ദിവ്യ സ്വദർശന ചക്രം പ്രദാനം ചെയ്തിരിക്കുന്നു. ഞാൻ സ്വദർശന ചക്രധാരി ആത്മാവാണ്. ഈ ചക്രം 4 യുഗത്തിലും എൻ്റെ സ്വരൂപത്തിൻ്റെ സ്മൃതിയുടെയും ജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ്. എൻ്റെ ദിവ്യബുദ്ധിയിൽ സ്വദർശന ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സൃഷ്ടിചക്രത്തിൻ്റെ ആദികാലത്തിൽ സത്യയുഗത്തിൽ പ്രവേശിക്കുന്നു. അവിടെ ഞാൻ ദേവതയായിരുന്നു. സ്വർണിമ ലോകത്തിൽ പവിത്രത, സുഖം, ശാന്തി, ആനന്ദത്താൽ നിറഞ്ഞിരിക്കുന്നു. അളവറ്റ സമ്പാദ്യത്തിൻ്റെ അധികാരിയാണ്. ഒരു ദുഃഖവുമില്ല. ഞാൻ സൂര്യവംശി ദേവതയാകുന്നു. വിശ്വമഹാരാജനാകുന്നു. സൃഷ്ടിചക്രം സാവധാനം തിരിയുന്നു. ഞാൻ ത്രേതായുഗത്തിൽ വരുന്നു. ഇത് മര്യാദകളുടെ യുഗമാണ്. സമ്പന്നത കുറയുന്നു. എന്നാലും ഞാൻ മര്യാദ പുരുഷോത്തമനായിരുന്നു. ഞാൻ ചന്ദ്രവംശി ക്ഷത്രിയ കുലത്തിലായിരുന്നു. ചക്രം മുമ്പോട്ട് തിരിയുമ്പോൾ ഞാൻ ദ്വാപരത്തിലെത്തുന്നു. പതുക്കെ എൻ്റെ സ്വരൂപത്തെ മറക്കുന്നു. ദേഹാഭിമാനത്തിൽ വരുന്നു. ദേവതകളുടെ പൂജ നടക്കുന്നു. സൃഷ്ടിചക്രം വീണ്ടും തിരിയുമ്പോൾ ഞാൻ കലിയുഗത്തിലെത്തുന്നു. ഞാൻ ആത്മാ എൻ്റെ സത്യസ്വരൂപത്തെ പൂർണ്ണമായും മറക്കുന്നു. കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരത്തിൻ്റെ യുഗത്തിൽ അന്ധകാരമാണ്. വികാരിയായി വികർമ്മങ്ങൾ ചെയ്തിരുന്നു. ഈ യുഗത്തിലാണ് ശിവബാബ അവതരിക്കുന്നത്. എന്നെ വീണ്ടും ആത്മസ്മൃതി ഉണർത്തുന്നു. സർവബന്ധനങ്ങളിൽ നിന്നും മുക്തമാക്കുന്നു. ഇപ്പോൾ ഞാൻ ആത്മാ സംഗമയുഗത്തിലാണ്. ബാബയിൽ നിന്നും ജ്ഞാനം പ്രാപ്തി ചെയ്ത് ഞാൻ വീണ്ടും സ്വദർശന ചക്രധാരിയാകുന്നു. ഞാൻ സർവശ്രേഷ്ഠ ബ്രാഹ്മണ കുലത്തിലേതാകുന്നു. ഞാൻ അറിയുന്നു ഞാൻ ആരാണ്, ആരുടേതാണ്, എവിടെ നിന്നു വന്നു, എവിടെ പോകണം. എനിക്കിപ്പോൾ പരമധാമ വീട്ടിലേക്ക് പോയി വീണ്ടും സ്വർഗത്തിൽ വരണം. ഇപ്പോൾ ചക്രം പൂർണ്ണമായി. ഞാൻ സ്വദർശന ചക്രധാരി ആത്മാവാണ്. ബാബ വന്ന് എന്നെ വജ്ര സമാനമാക്കുന്നു. അതിനാൽ ബാബയിൽ സംശയമുണ്ടാവരുത്. സംശയബുദ്ധി സ്വയം നഷ്ടമുണ്ടാക്കുന്നു. ഞാൻ നിശ്ചയബുദ്ധിയായി
മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുന്ന പഠിപ്പിൽ പാസ്സാക്കുന്നു. ഇത് ബാബയുടെ പഠിത്തമാണ്. പഠിപ്പിക്കുന്നത് സുപ്രീം ടീച്ചറാണ്. ഈ പഠിപ്പിലൂടെ മാത്രമേ പുണ്യാത്മാവായി മാറുകയുള്ളൂ. പിന്നെ പുണ്യാത്മാവാക്കി മാറ്റുന്നതും ഒരു ബാബയാണ്. ഇത് മറുജീവജന്മമാണ്. ആത്മാക്കൾ ശ്രീമതത്തിലൂടെ സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യുന്നു. മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നതിനുള്ള കഴിവ് പഠിക്കുന്നു. ദേവതയാകുന്നതിനായി സംഗമയുഗത്തിൽ ബാബയുടേതായി മാറുന്നു. ബാബയെ ഉപേക്ഷിച്ചാൽ കലിയുഗത്തിലെത്തും. ബ്രാഹ്മണത്വത്തിൽ സംശയം വന്നാൽ ശൂദ്രവംശത്തിലെത്തും. പിന്നെ ദേവതയാകാൻ സാധിക്കില്ല. നിശ്ചയബുദ്ധിയാകാനുള്ള സാഹസം വേണം. സംശയബുദ്ധിയുള്ളവർക്ക് പദവി നേടാനാവില്ല. ഞാൻ സ്വർഗത്തിലേക്ക് തയ്യാറാവുകയാണ്. അന്തിമം വരെയും തീർച്ചയായും ഇവിടെ ജീവിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. പതിത പാവനനായ ബാബ പാവനമാക്കി മാറ്റുന്നു. ബാബ ദിവ്യ ദൃഷ്ടി നൽകുന്നു. ഞാൻ ഓർമ്മയുടെ യാത്രയിലിരുന്ന് വികർമ്മം വിനാശമാകുന്നു. ഞാൻ സ്വയം വജ്രമാകുന്നു. ആത്മാക്കളെയും വജ്രമാക്കി മാറ്റുന്നു. ബാബയിലൂടെ 8 രത്നങ്ങൾ വിജയമാലയിലെ മണിയായി മാറുന്നു. പുണ്യാത്മാവായി മാറുന്നതിന് പുരുഷാർത്ഥം ചെയ്തിട്ട് പിന്നീട് പാപം ചെയ്യുന്നതിലൂടെ ശിക്ഷ 100 മടങ്ങാകുന്നു. പിന്നീട് വൃദ്ധി നേടാൻ സാധിക്കില്ല. സുപ്രീം ടീച്ചർ നൽകുന്ന പഠിപ്പ് എന്നെ നരനിൽ നിന്നും നാരായണനാക്കി മാറ്റുന്നു. ഈ നിശ്ചയത്തോടെ പഠിക്കുന്നു. പഠിപ്പിക്കുന്ന ദേഹധാരി ടീച്ചറിനെ നോക്കുന്നില്ല. ദേഹി അഭിമാനിയാകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നു. മർജീവയായി മാറി ശരീരത്തിൻ്റെ അഭിമാനത്തെ ഉപേക്ഷിക്കുന്നു. പുണ്യാത്മാവായി മാറുന്നു. പാപകർമ്മം ചെയ്യുന്നില്ല. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാക്കുന്നു. സ്വദർശന ചക്രത്തിൻ്റെ സ്മൃതിയിലൂടെ സദാ സമ്പന്ന സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്ന സമ്പന്നരായി ഭവിക്കൂ. സ്വദർശന ചക്രം അനേക വ്യർത്ഥ ചക്രങ്ങളെ സമാപ്തമാക്കുന്നു. സദാ സമ്പന്നരായിരിക്കുന്നു. അചഞ്ചലരാകുന്നു. സദാ ശ്രദ്ധാലുക്കളും ജാഗരൂകരും തെളിഞ്ഞ ജ്യോതിയുമാകുന്നു. ശ്രദ്ധയാകുന്ന കാവൽക്കാർ ഉണർന്നിരിക്കുന്നുവെങ്കിൽ അവർ സുരക്ഷിതരാകുന്നു. വാക്കുകൾ അത്രയും ശക്തിശാലിയായിരിക്കണം. അതിൽ ശുഭവും ശ്രേഷ്ഠവുമായ ഭാവന അടങ്ങിയിരിക്കണം. ഓം ശാന്തി.